എൽ ദൊറാദോ എന്നൊരു സാങ്കല്പിക രാഷ്ട്രമുണ്ട്. എൽ ദൊറാദോ എന്ന സ്പാനിഷ് പദത്തിൻ്റെ അർത്ഥം സുവർണ രാഷ്ട്രം എന്നാണ്. സൗത്ത് അമേരിക്കയിൽ എൽ ദൊറാദോ സുവർണ രാഷ്ട്രം എന്ന പേരിൽ ഒരു രാജ്യമുണ്ടെന്നും ആ രാജ്യത്തെങ്ങും നിധികളും സ്വർണവും മറ്റും തിങ്ങി നിറഞ്ഞിരിക്കുകയാണെന്നും അവിടുത്തെ രാജാവ് പരമ്പരാഗതമായ രീതിയിൽ എന്നും സ്വർണത്തരികൾ കൊണ്ട് ശരീരം പൊതിയുമെന്നും പിന്നീട് പുഴയിലിറങ്ങി ഈ സ്വർണ്ണത്തരികളൊക്കെ ഒഴുക്കിക്കളയുമെന്നും പാരമ്പര്യ വിശ്വാസം. അപ്പോൾ സ്വർണം നിറഞ്ഞു നിൽക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന നിധികളുള്ള എൽ ദൊറാദോ തേടി ധാരാളം യാത്രകൾ ചരിത്രത്തിൽ അങ്ങനെയുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. സാങ്കല്പിക രാഷ്ട്രം തേടിയാണെങ്കിലും ഒരുപാട് പേർ അലഞ്ഞിട്ടുണ്ട്, വലഞ്ഞിട്ടുണ്ട്, ഒരിക്കലും കണ്ടെത്തിയിട്ടുമില്ല. ഇനി ഇതിനെ ആസ്പദമാക്കി സിനിമകളും സൂപ്പർ ഹിറ്റ് സിനിമകളും ധാരാളം. നമ്മുടെ നാട്ടിലും സ്വർണം ഒളിച്ചിരിക്കുന്ന ഖനി നിറഞ്ഞ വയലിനെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള യാത്രയുടെ സിനിമയുണ്ട്. KGF, കോളർ ഗോൾഡ് മൈൻ തേടിയുള്ള യാത്രയാണ്. ആ കോളർ ഗോൾഡ് ഫീൽഡിനെ തേടിയുള്ള യാത്രയുടെ സിനിമയും ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുണ്ടല്ലോ. ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, ഈ ഒളിഞ്ഞിരിക്കുന്ന നിധിയുള്ള വയൽ അത് നിങ്ങൾ തന്നെയല്ലേ? അതൊന്ന് തിരിച്ചറിയുക. നിങ്ങൾ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്ന നിധിയുള്ള വയൽ. നിങ്ങളുടെ അനന്ത സാധ്യതകൾ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സിദ്ധികൾ, നിങ്ങളുടെ നന്മകൾ അത് ഉറഞ്ഞെവിടെയൊക്കെ നിൽക്കുകയാണ്. അന്ന് കണ്ടെത്തുക. കണ്ടെത്തലാണ് സത്യത്തിൽ ഉണർവെന്ന് പറയുന്നത്. കണ്ടെത്താനുള്ള യാത്രയാണ് ആത്മീയതയുടെ യാത്ര. അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു യാത്ര നടത്താനായിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ചുകൂടെ? സുവിശേഷത്തിൽ കാണാതായ ആടിനെക്കുറിച്ചുള്ള ഉപമയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, സ്വയം ആലോചിച്ച് നോക്കിയേ. നിങ്ങളിൽ നിങ്ങൾ തന്നെയല്ലേ കാണാതായ ആട്? ആ കാണാതായ ആടിനെ കണ്ടെത്തുന്നതല്ലേ ആത്മീയത എന്ന് പറയുന്നത്? അങ്ങനെ ഒരു ആത്മീയ പ്രക്രിയ ഒന്ന് ആരംഭിക്കേണ്ടത് അത്യാവശ്യമല്ലേ? 1940കളിൽ ഒരു ഇടയന് അയാളുടെ ആട്ടിൻപറ്റങ്ങളിൽ ഒന്നിനെ നഷ്ടപ്പെട്ടു പോയ ആട്ടിൻകുട്ടിയെ തിരഞ്ഞ് അയാൾ ഖുംറാൻ എന്ന പേരുള്ള ഗുഹയിൽ കയറിപ്പറ്റി. അവിടെ കാണാതായ കുഞ്ഞാടിനെ തേടിയെത്തിയ അയാളെ കാത്തിരുന്നത് വിലമതിക്കാനാവാത്ത ഒരു നിധിയായിരുന്നു. എന്തായിരുന്നു? മൺകുടങ്ങളിൽ ലോകത്തിലെ ആദ്യത്തെ ഹീബ്രു ബൈബിളിൻ്റെ കയ്യെഴുത്തു പ്രതി. അത് ബൈബിൾ വിജ്ഞാനീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിലയിടാനാവാത്ത വിധത്തിൽ അത്രയ്ക്ക് അമൂല്യമായ അതുല്യമായ ഒരു നിധിയാണ്. ആലോചിച്ച് നോക്കുക. ലോസ്റ്റ് ഷീപ്പിനെ തിരഞ്ഞെത്തിയ ഒരാൾ കണ്ടെത്തിയത് ഗ്രേറ്റ് ട്രഷർ ആണ്. ഇനി നിങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ലോസ്റ്റ് ഷീപ്പിനെ തിരഞ്ഞ് ഒരു യാത്ര നടത്തുകയാണെങ്കിൽ വിലമതിക്കാനാവാത്ത പ്രൈസ്ലെസ് ട്രഷേഴ്സ് കണ്ടെത്തും. അങ്ങനെ ഒരു യാത്ര എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി ആത്മാർത്ഥമായിട്ടൊന്ന് നടത്തി നോക്കണം. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലത്ത് കളഞ്ഞു പോയത്, കൈമോശം വന്നത് കണ്ടെത്തലാണ് ക്രിസ്മസ് എന്ന് തിരിച്ചറിയണം. 1955 വളരെ രസകരമായൊരു കാര്യം തായ്ലൻഡിൽ സംഭവിച്ചു. ഇതിനെക്കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇതോട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ്. ഒരു ബുദ്ധ ആശ്രമത്തിൽ നിന്നും മറ്റൊരു ബുദ്ധ ആശ്രമത്തിലേക്ക് പടുകൂറ്റൻ കളിമൺ ബുദ്ധ പ്രതിമ മാറ്റം ചെയ്യുകയാണ്. വണ്ടിയിലേക്ക് എടുത്ത് ഈ കളിമൺ പ്രതിമ വെച്ചു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ കളിമൺ പ്രതിമ ഒന്ന് ആടി ഉലഞ്ഞു. പെട്ടെന്ന് കളിമൺ പാളികളിൽ വിള്ളൽ വീണപ്പോൾ വിള്ളലിൽ നിന്നും ജ്വലിക്കുന്നൊരു പ്രകാശം. എന്ത് അത്ഭുതമാണ്! അവർ ആ അടരുകൾ ഒന്നുകൂടി വിടർത്തി നോക്കിയപ്പോൾ അകത്ത് അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ്. അകത്തൊരു തനി തങ്ക ബുദ്ധ വിഗ്രഹം. ഇനി ചരിത്രത്തിൽ ഗിന്നസ് വേൾഡ് ബുക്കിലെ റെക്കോർഡ് അനുസരിച്ച് ഏറ്റവും വലിപ്പമുള്ള ഗോൾഡൻ സ്റ്റാച്ചു അതാണ്. എത്രയാണ് അതിൻ്റെ തൂക്കം? 5500 കിലോഗ്രാം. അതിൻ്റെ ഉയരം 9.8 അടി. അങ്ങനെയുള്ള പടുകൂറ്റൻ തനി തങ്ക ബുദ്ധ പ്രതിമ. എൻ്റെ സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ ചില ആടി ഉലയുന്ന അവസ്ഥകളിൽ നമ്മുടെ ബാഹ്യാവരണങ്ങളെല്ലാം പോയി ഒരു പക്ഷേ
സത്യത്തിൻ്റെ നഗ്ന വിരൂപതയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കും, നമ്മൾ തനി തങ്കമാണ് അകത്ത്. ഉറഞ്ഞുപോയ കഴിവുകൾ, ഉറഞ്ഞുപോയ നന്മകൾ, ഉറഞ്ഞുപോയ സിദ്ധികൾ, ശീലങ്ങൾ എല്ലാം നമ്മൾ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു യാത്ര നടത്തണം. 1996 21ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു ഡ്രാഫ്റ്റ് യുനെസ്കോയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി, ജാക്യൂസ് കമ്മീഷൻ, അവർ ഉണ്ടാക്കുകയുണ്ടായി. അതിൻ്റെ പേര് വളരെ രസകരമാണ്. ലേണിംഗ് ഈസ് ഫൈൻഡിങ് ദ ട്രഷർ വിതിൻ. പഠനം എന്ന് പറയുന്നത് അകത്തെ നിധി കണ്ടെത്തലാണ്. സത്യമല്ലേ? നിങ്ങൾ എജ്യുക്കാരി എന്ന പദം തന്നെ എടുത്ത് നോക്കുക. ഫുൾ ദ ബെസ്റ്റ് ഔട്ട് ഓഫ് എന്നാണ് അർത്ഥമുണ്ട്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റിനെ പുറത്തു കൊണ്ടുവരലാണ് വിദ്യാഭ്യാസം തന്നെ. അങ്ങനെയാണെങ്കിൽ അകത്തെ നിധി കണ്ടെത്താൻ വേണ്ടി ഒരു യാത്ര നടത്തേണ്ടത് അത്യാവശ്യമല്ലേ? അങ്ങനെ ഒരു യാത്ര നടത്തുക. വീടും നാടും ഒക്കെ വിട്ട് സത്യാന്വേഷണിയായിട്ട് പുറത്തേക്ക് വന്നൊരു യുവാവിനെ ഒരു ഗുരു തടഞ്ഞിർത്തി ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു? അവൻ പറഞ്ഞു, സത്യം തിരഞ്ഞ് വീട് വിട്ടു, നാട് വിട്ടു. അവൻ്റെ മുതുകത്ത് മൃദുവായൊന്ന് തലോടിക്കൊണ്ട് ഗുരു പറയുന്നു, വെൻ ഇൻ ഫാക്ട് ദ ട്രഷർ ഹൗസ് ഈസ് വിതിൻ യു, വൈ ഡു യു സെർച്ച് ഔട്ട്സൈഡ്? ഈ ട്രഷർ ഹൗസ് അകത്തായിരിക്കുമ്പോൾ പുറത്തെന്തിനാണ് നീ ഇത്രക്കേറെ അലയുന്നത്? അകത്ത് നിധിയുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ പുറത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി അലഞ്ഞാൽ ഉത്തരം കിട്ടില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി പുറത്ത് തിരഞ്ഞാൽ ഉത്തരം കണ്ടെത്തുകയില്ല. യു ആർ ദ ലൈറ്റ്. കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. യു ആർ ദ സോൾട്ട്. കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തൽ തുടരുകയാണ്. മലമുകളിൽ ഉയർത്തപ്പെട്ട പട്ടണം നിങ്ങളാണ്, പുറത്തല്ല, അകത്താണ് വെട്ടം. ആ വെട്ടം കണ്ടെത്തുക. നിങ്ങൾക്കുള്ള സകല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം അകത്ത് ദൈവം തന്നിട്ടുണ്ട്, ദൈവം എഴുതിയിട്ടുണ്ട്. സ്വന്തം കൈപ്പടയിൽ സൊല്യൂഷൻസ് അത് കണ്ടെത്തുക. അതിന് പുറത്തേക്ക് ഒരുപാട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മടക്കയാത്രയുടെ സുഖം അനുഭവിക്കുന്നവരായിട്ട് മാറുക. മടക്കയാത്ര എന്ന് പറയുന്നത് അകലേക്കല്ല, നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക്. ഷോപ്പൻഹോവർ, ജർമ്മൻ ദാർശനികൻ, ഇങ്ങനെ എഴുതി, ഏറ്റവും അരികിലേക്കുള്ള യാത്രയാണ് ഏറ്റവും അകലേക്കുള്ള യാത്ര. എൻ്റെ അർത്ഥം എന്താണ്? ഏറ്റവും ഉള്ളിലേക്കുള്ള യാത്ര ഏറ്റവും ദൈർഘ്യമേറിയ ദുർഘടമായ യാത്ര പോലെയാണ്. ഒരുപാട് സമയം എടുക്കുന്ന പോലെ തോന്നും, പക്ഷേ അത് ചെയ്യണം. ആത്മാവബോധത്തിൻ്റെ ഒരു യാത്ര നടത്തണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, കാണാതായ കുഞ്ഞാട് നിങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കുക. ഒരുപാട് വൈകി പോകരുത്. ഒരു ക്രിസ്മസ് കാലം ഇതുവരെ ധൂർത്തപുത്രനെ പോലെ വീട് വിട്ടു പോയിരുന്ന ഒരു മകന് സുബോധമുണ്ടായി. കാരണം അപ്പൻ്റെയും അമ്മയുടെയും കണ്ണീര് വകവയ്ക്കാതെ കിട്ടിയ പണവും എടുത്തുകൊണ്ട് വീട് വിട്ടു പോയാനാണ്. ധൂർത്തടിച്ച് എല്ലാം കളഞ്ഞു. ഇപ്പോൾ സ്വത്തും പോയി, ആരോഗ്യവും പോയി, മനസ്സമാധാനവും പോയി. അപ്പോൾ അവന് ബോധതയുണ്ടായി. കാരണം അവൻ വല്ലായ്മകളുടെയും ഇല്ലായ്മകളുടെയും പന്നിക്കുട്ടിലാണിപ്പോൾ. അവൻ വീട്ടിലേക്ക് മടങ്ങി വരാൻ തീരുമാനിച്ചു. തീവണ്ടി കയറി വീട്ടിലേക്ക് എത്തി. അതൊരു ക്രിസ്മസ് തലേ രാത്രിയാണ്. വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ക്രിസ്മസ് സ്റ്റാറില്ല, വീട്ടിൽ അലങ്കാരങ്ങളില്ല, ക്രിസ്മസ് ട്രീ ഇല്ല, ഒച്ചയില്ല, അനക്കമില്ല, ആരവങ്ങളില്ല. എന്തിന്? ലൈറ്റ് പോലും തെളിച്ചിട്ടില്ല. അവനങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ അപ്പൻ വാതിൽ തുറന്നു വന്നു. അപ്പൻ്റെ ഒരേ ഒരു ചോദ്യം, എൻ്റെ മോനെ, ഒരിത്തിരി നേരത്തെ വരായിരുന്നില്ലേ? വന്നിരുന്നെങ്കിൽ അമ്മ മരിക്കില്ലായിരുന്നു. അമ്മ മരിച്ചില്ലായിരുന്നെങ്കിൽ വീടും മരിക്കില്ലായിരുന്നു. ഇവിടെ ക്രിസ്മസ് സ്റ്റാറും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് സന്തോഷവും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഇത്ര വൈകരുതായിരുന്നു. ഹോസ്റ്റലിൽ സന്ദർശനത്തിന് വന്ന അപ്പൻ മകളെ കണ്ട് അമ്പരപ്പോടെ പറഞ്ഞു, എൻ്റെ മോളെ, നിൻ്റെ സ്വരം നിനക്ക് നഷ്ടപ്പെട്ടോ? നിൻ്റെ മുഖത്തെ പുഞ്ചിരി, ചൈതന്യം, അത് നിനക്ക് നഷ്ടപ്പെട്ടു പോയാ? നിൻ്റെ ശീലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാ? എന്തൊരു അലങ്കോലമാണ് നിൻ്റെ മുറി പോലും. നീ തന്നെ നിന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞോ? പറ മോളെ, നിനക്ക് നിന്നെ തന്നെ കൈമോശമായിപ്പോയോ? മകൾ പണ്ടത്തെ പെൺകുഞ്ഞിനെ പോലെ പപ്പയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നു. എന്നിട്ട് പറഞ്ഞു, പപ്പ ശരിയാണ്, പണ്ടത്തെ മുഖമില്ല, പണ്ടത്തെ സ്വരവും പണ്ടത്തെ നിഷ്കളങ്കതയും പണ്ടത്തെ കരുതലും കനിവും എല്ലാം കൈമോശം വന്നു പോയി. സത്യമാണത്. പപ്പ, ഞാൻ ക്രിസ്മസിന് വീട്ടിലേക്ക് വരുന്നുണ്ട്. എനിക്ക് എന്നെ തന്നെ ഒന്ന് കണ്ടെത്തണം. പണ്ടത്തെ ഞാനായിട്ട് ആ വീട്ടുമുറ്റത്ത്, വീടിനകത്ത് എനിക്കൊന്ന് മാറണം. ഞാൻ മടങ്ങി വരികയാണ്. ഇതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്.
കൈമോശം വന്നത് കണ്ടെത്താൻ വേണ്ടിയുള്ള മടക്കയാത്രയുടെ പേരാണ് ക്രിസ്മസ് എന്നും കൂടി തിരിച്ചറിയുക. അങ്ങനെ ഒന്ന് നിങ്ങൾക്കുണ്ടാകേണ്ടത് ആവശ്യമല്ലേ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി? അത്യാവശ്യമാണ്. വല്ലാതെ വഴക്കും തല്ലുപിടുത്തവും ബഹളങ്ങളുള്ള കുടുംബം, വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയിലേക്കാണ് ഭാര്യയും ഭർത്താവും. ക്രിസ്മസ് തലേരാത്രിയിൽ വെറുതെ അങ്ങനെ മന്ദിച്ച് നിൽക്കുന്ന ഭാര്യയുടെ അടുത്തേക്ക് ഭർത്താവ് ചെന്നു. ആദ്യമായിട്ട് ഒരു ക്രിസ്മസ് കാർഡ് അയാൾ അവൾക്ക് കൈമാറും ചെയ്യുകയാണ്. അങ്ങനെ പതിവില്ല. അയാൾ അതിലെഴുതിയിരിക്കുന്നത് എന്താണ്? ലെറ്റ് us ഫൈൻഡ് വാട്ട് ഈസ് ലോസ്റ്റ്. നഷ്ടപ്പെട്ടത് നമുക്ക് കണ്ടെത്താം. അവൾ പഴയ ആ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നിൽക്കുകയാണ്. ഏതൊരു ക്രിസ്മസ് സ്റ്റാറും തൂക്കിയിട്ടിട്ടുണ്ട്. മങ്ങിയ വെട്ടമാണ് രണ്ടിനും. പക്ഷേ പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ വിളക്കം വന്നു, വെട്ടം വന്നു, നിറഞ്ഞു. അവൾ അതിനടിയിൽ എഴുതി വെച്ചു, യെസ് യെസ് ലെറ്റ് us ഫൈൻഡ് വാട്ട് ഈസ് ലോസ്റ്റ്. നഷ്ടപ്പെട്ടത് നമുക്ക് വീണ്ടെത്താം. പിന്നെ രണ്ടുപേരും ആ ക്രിസ്മസ് സ്റ്റാറിൻ്റെ താഴെ ഇരുന്ന്, ക്രിസ്മസ് ട്രീയുടെ അരികെ ഇരുന്ന് അവരുടെ ദാമ്പത്യത്തിൽ നഷ്ടപ്പെട്ടു പോയ ഓരോന്നും കണ്ടെത്താൻ തുടങ്ങി. പണ്ടത്തെ കരുണ, പണ്ടത്തെ പ്രണയം, പണ്ടത്തെ ആർദ്രത, വിശ്വസ്തത, പണ്ടത്തെ ക്ഷമ എല്ലാം കൈമോശം വന്നു പോയി, കാണാതായി. ഇനി കാണാതായതെല്ലാം വീണ്ടെടുക്കണം. ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു, അത് സാധ്യമാണോ? ഭാര്യ പറഞ്ഞു, തീർച്ചയായിട്ടും സാധ്യമാണ്. കാരണം നമ്മൾ ഫുൾ സ്റ്റോപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ, ഒരു കുത്തുങ്കോമ ഇട്ടിട്ടില്ലല്ലോ, നല്ലതെല്ലാം വീണ്ടും തുടങ്ങാം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാതിര കുർബാനയ്ക്ക് സമയമായെന്ന് അറിയിച്ചുകൊണ്ട് മണി മുഴങ്ങി. ഹാപ്പി ക്രിസ്മസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, പുതിയ തുടക്കം. കാണാതായത് കണ്ടെത്തിയവരുടെ ക്രിസ്മസ് ആഘോഷം ഇനി തുടങ്ങുകയാണ്. അനിയനും ചേട്ടനും തമ്മിലൊരു വീട്ടിൽ വലിയ തല്ലുപിടുത്തം. കുഞ്ഞുങ്ങളാണ്, കുട്ടിക്കുറുമ്പുകളുടെ പിണക്കങ്ങളാണ്. പിണക്കത്തിനൊടുവിൽ രണ്ടുപേരും ഇണക്കം വിട്ട് രണ്ട് കോർണറിലിരിക്കുമ്പോൾ അമ്മ എന്നിട്ട് കുസൃതി ചിരിയോട് ചോദിച്ചു, ആ വീണ്ടും പിണങ്ങി, അപ്പം ഇനി ഇണക്കം ഉണ്ടാവില്ലേ? അപ്പോൾ ഇളയവൻ പറഞ്ഞു, അമ്മ ഇണക്കം ഇനി ഉണ്ടാവും. കാരണം ഇണക്കത്തിന് സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, പോസ് ഇട്ടിട്ടേ ഉള്ളൂ. അതാ സത്യം. നമ്മുടെ ഇണക്കങ്ങൾക്ക് സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, നമ്മൾ പോസ് ഇട്ടിട്ടേ ഉള്ളൂ. കൈമോശം വന്നിട്ടില്ല പൂർണ്ണമായിട്ടും, താൽക്കാലികമായി നഷ്ടപ്പെട്ടു പോയതാണ്. എവിടെ കിടക്കുന്നുണ്ട്, തിരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ചങ്ങാതി, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്ന പലതും താൽക്കാലികമായി നഷ്ടപ്പെട്ടതാണ്. നിങ്ങളുടെ കൺമുൻപിൽ തൊട്ടരികിൽ ഒരു പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, എന്നാലും തൊട്ടരികിൽ എവിടെയോ കിടക്കുന്നുണ്ട്. അത് കണ്ടെത്താൻ പറ്റുന്നേ ഉള്ളൂ. കണ്ടെത്തുക, അതാണ് ക്രിസ്മസ് എന്ന് തിരിച്ചറിയുക. ഒരു പണിക്കും പോകാതെ മടിയനായിട്ട് സ്വന്തം കംഫർട്ട് സോണിൽ ഇരുട്ടുമുറിയിൽ വാതിലടച്ചിരിക്കുന്ന യുവാവിനോട് അമ്മ പറഞ്ഞു, എടാ മോനെ, പുറത്തു നിന്ന് ജോലിക്ക് വേണ്ടി ആരെങ്കിലും നിന്നെ വിളിക്കാൻ വരുമെന്ന് കരുതിയിരിക്കുമ്പോൾ ആദ്യം നീ നിന്നെ തന്നെ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കേ, എന്നാലല്ലേ പുറത്തൊരാൾ വിളിക്കുമ്പോൾ ഉണർന്നു പോകാൻ പറ്റുള്ളൂ. സത്യമല്ലേ? നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വല്ലാത്ത നിദ്രയിലാഴ്ത്തിയിരിക്കുകയാണെങ്കിൽ ഉണരുക. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ചോദ്യമുണ്ട്, മടിയാ മഠയാ എന്നാണ് നീ ഉറക്കം വിട്ട് ഉണരുക? ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം കണ്ടെത്തണ്ടേ? യൗസേപ്പ് പിതാവ് ഉറക്കത്തിലായിരുന്നു. ദൈവത്തിൻ്റെ മാലാഖ വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തി, ദൈവത്തിൻ്റെ വഴിയെ നടത്തി, ദൈവ വിളിക്ക് അയാൾ കാതോർത്തു, ഹൃദയം കൊടുത്തു. അങ്ങനെ രക്ഷാകര ചരിത്രം ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചരിത്രം രക്ഷയുടെ ചരിത്രമായി മാറണമെങ്കിൽ ഉറക്കം വിട്ടുണരണം. അകത്തെ നിധികൾ കണ്ടെത്തണം. ദൈവത്തിൻ്റെ നിധിയായി സ്വയം മാറണം. അതിനുള്ള ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല യാത്ര നേരുന്നു.